നമ്മൾ ഈ സോംബിയുടെ ഒക്കെ ഗെയിം കളിക്കും. ആദ്യം നമ്മൾ കാറിൽ ഒരു ഇപ്പത്തെ സൈഡിൽ നിന്ന് ഒരു സോംബി വന്നു, അതിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുനിന്ന് അടുത്തത് വന്നു, അതിനെയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുനിന്ന് ചിലപ്പോൾ 2 എണ്ണം 3 എണ്ണം. അതായത് സെയിം ആണ് ബിസിനസ്. ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇടുന്ന ഇന്ന് ആ പ്രൊഡക്റ്റ് ഇട്ടാൽ ഇന്ന് അതിന്റെ ക്ലോത്ത് മേക്കിംഗ് സ്റ്റാർട്ടും. അപ്പോൾ ഒരു ഇത്ര ക്വാണ്ടിറ്റി വരെ നമ്മൾ ആ പ്രൊഡക്റ്റ് സെല്ലിലിടും. ആ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ആ ക്വാണ്ടിറ്റി മീറ്റ് ചെയ്യുന്നു അന്ന് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗ് ബോസിൽ നിന്ന് മാറി വേറൊരു കണ്ടന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനും ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മൂങ്കോ ഡ്രസ്. ഓക്കെ, മൂങ്കോ ഡ്രസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഓക്കെ, നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഭയങ്കര ഫേമസ് ആണ്. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ അടിപൊളിയാണ്. ആൻഡ് നമുക്ക് എന്താ പറയുക, കുറേ ആൾക്കാർ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു 50% മുകളിൽ ആൾക്കാർക്കും ഓൺ ടൈമിൽ ഡെലിവറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓൺ ടൈമിൽ അവരുടെ പ്രൊഡക്റ്റ് ഡെലിവർ അല്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് അവർ നോർമലി നമ്മളെപ്പോലെ, ഞാനൊക്കെ സാധാരണയായിട്ടുള്ള ഒരു കസ്റ്റമറാണ്. ഓക്കെ, ഞാൻ അതിന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് പ്രൊഡക്റ്റാണ്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവർ റിപ്ലൈ തരാത്തത്, അല്ലെങ്കിൽ എന്ത് കാരണം, അവർ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്തിട്ടാണ് അവരവരുടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എന്നൊക്കെ ആ മൂങ്കോ ഡ്രസ്സിൻ്റെ ഓണർ തന്നെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. സോ അത് എന്താണെന്ന് അതെന്താണെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. യെസ്, നമ്മളെല്ലാം പെൺപിള്ളേരാണല്ലേ. നല്ല നല്ല പ്രോഡക്റ്റുകളും മീൻസ് എസ്പെഷ്യലി ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ക്രേസാണ്. ആസ് എ ഗേൾ എനിക്ക് ഭയങ്കര ക്രേസാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസുള്ള ഒരു സംഭവമാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്. എവിടെ ഡ്രസ്സ് കണ്ടാലും ഞാനത് നോക്കും. ബട്ട് ഏറ്റവും ചീപ്പ് റേറ്റിൽ നല്ല അടിപൊളി സാധനം കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ബ്രാൻഡാണ് മൂങ്കോ ഡ്രസ്. ആൻഡ് അവരുടെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ നമുക്ക് അവരെ ആ ഒരു പ്രൊഡക്റ്റ്, അപ്പം എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പം കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ വീഡിയോസ് കാണുമ്പം ലൈക്ക് ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആസ് എ വ്യൂവർ എന്ന നിലയിൽ നമ്മൾ കാണുമ്പം അവർ ഇപ്പം ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളൊരു സംഭവം ആൻഡ് നേരിട്ട് തന്നിട്ടുള്ളതും തമ്മിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോൾ പുള്ളിക്കാരിക്ക് ആകുമ്പോൾ അതിൻ്റെ ഓണറാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്കാണെങ്കിൽ നല്ല ഫിറ്റായിട്ട് നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ ആയിരിക്കും. ചിലപ്പം ആ ഒരു ലൈറ്റിങ്ങിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ ആയിരിക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ ഇവരെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. അത് ഇറ്റ്സ് ഓക്കെ ആണ്. അത് നമുക്കങ്ങനെ എടുത്തു പറയത്തക്ക അങ്ങനത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഡിഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര വെസ്റ്റായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസാണ്. അതായത് നമ്മൾ ഇപ്പം ഓർഡർ ചെയ്തിട്ട് ഒരു 1 ഇയറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. 3-6 മാസം എന്നാണ് ഇവർ പറയുന്നത്. മിനിമം ഇവരുടെ 6 മാസത്തെ അല്ലെങ്കിൽ 60 90 എങ്ങാണ്ടൊക്കെയാണ് വർക്കിംഗ് ഡേയ്സ് ആണ് ഇവർ പറയുന്നത്. അപ്പം എന്നിട്ട് 1 ഇയർ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ഇവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര ഇതാണ്. നമ്മൾ വിളിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാലോ ഒന്നും റിപ്ലൈ ഇല്ല. ആൻഡ് ഈവൻ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഇൻസ്റ്റയിൽ ഇടുകയാണെങ്കിൽ അവർ അപ്പം തന്നെ അത് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവർക്ക്. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് അവരുടെ ഓണർ തന്നെ നമ്മളെടുത്ത് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമ്മൾ തീരുമാനിക്കണം, വാങ്ങണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ള കസ്റ്റമറാണ് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ, അപ്പം അതെന്താണെന്ന് പുള്ളിക്കാരി തന്നെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി വന്ന് സംസാരിക്കുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ശരിയാണ്, ഒരു ബിസിനസ് ഇത്രയും ഒരു ലെവലിൽ എത്തിക്കുക എന്ന് പറയുമ്പം അത് വലിയ കാര്യമാണ്. കാരണം ഞാനും ലൈഫിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആകണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ നമുക്ക്
അതെത്തണം എന്നെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളിപ്പോൾ ഒരു ആസ് എ ബിസിനസ് എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ക്ലയൻറ്റിനെ എന്താ പറയുക, ആ ക്ലയൻറ്റിനെയാണ് നമ്മൾ അത്രയും ഇതായിട്ട് നമ്മൾ പ്രഷ്യസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം അവർ ക്ലയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് എന്താ പറയുക നല്ല ഔട്ട്പുട്ടോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്കമ്മോ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. സോ അതുകൊണ്ട് അവരെ നമ്മൾ അത്രയും രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ക്ലയൻസ് എന്നോ അല്ലെങ്കിൽ മീഡിയം പൈസ തരുന്ന ക്ലയൻസ് എന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ തരുന്ന ക്ലയൻസ് എന്നോ അങ്ങനെയൊന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്യില്ല. ഈവൻ എല്ലാം കൂടുതൽ തരുന്നതാണെങ്കിലും കുറച്ച് തരുന്നതാണെങ്കിലും 1 രൂപയാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ റെഡി ആയിട്ടുള്ളൊരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ഐ ട്രീറ്റ് ദം ദസ് എ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആസ് എ ബിസിനസ്സിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളിൽ ചിലർ അങ്ങനെ അല്ലായിരിക്കാം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് എന്താ പറയുക, കാടൊന്നും കയറുന്നില്ല. അപ്പം ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ഓൾമോസ്റ്റ് 650 സ്റ്റാഫ്സുകളുണ്ട്. അപ്പോൾ ഈ 650 സ്റ്റാഫിൽ യു പിക്കാരുണ്ട്, ബംഗാളിയുണ്ട്, ഫുൾ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം പുള്ളിക്കാർ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിൽ തന്നെ യു പിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം മാനേജ് ചെയ്യാനാണ് അവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ അവർ മുന്നിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ബംഗാളീസ് എന്ന് പറയുമ്പോൾ കട്ടിങ് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ അങ്ങനത്തെ വളരില്ല. അപ്പം പുള്ളിക്കാർ പറയുന്നത് ഈ ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും എന്താണ് ഓരോരോ ബിൽഡിംഗ് ആണ്. ഇവർ ഒരുമിച്ചല്ല, ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ഓരോ ബിൽഡിംഗ് ആണ്. പിന്നെ ഒരാളിൽ നിന്ന് തുടങ്ങി 650 ആൾക്കാർ 650 സ്റ്റാഫ്സ് വരെ ആക്കിയിട്ടുള്ളതാണ് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. 650 പേര് ഇപ്പം ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പുള്ളിക്കാരി പറയുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് ഇപ്പം നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു. സൂറത്തിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു, അതായത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു. ആ മെറ്റീരിയലിലേക്ക് പിന്നെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഏതോ സ്ഥലത്ത് വിടുന്നു, എന്നിട്ട് അതിൽ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് വേറെ ഏതോ സ്ഥലത്ത് വിടുന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്യാൻ വേറെ സ്ഥലത്ത് വിടുന്നു, അതിന് ശേഷം അതിനകത്തുള്ള തുന്നലും കാര്യം ചെയ്യാൻ വേറൊരു സ്ഥലത്ത് വിടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സമയം ഒരു 2 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബണ്ടിലായിട്ട് ഇവരുടെ സ്ഥലത്തേക്ക് വരുന്നു. പിന്നെ ഡൈയിങ് എങ്ങാണ്ടുണ്ട്. ഡൈയിങ് അത് ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് ഡൈ ചെയ്യാൻ പോകും. അതിനുശേഷം ഇവരുടെ സ്ഥലത്തെത്തുന്നു. അതിനുശേഷം അത് ക്യൂസിക്ക് വിടുന്നു. പിന്നെ ചെക്കിങ്, പിന്നെ അയൺ ചെയ്യാൻ വിടുന്നു. സോ ഇതൊക്കെയാണ് അവർക്ക് 6 മാസത്തെ വർക്ക് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നടക്കുന്ന സംഭവം. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ഇവരുടെ പ്രൊഡക്റ്റ് ഇത്രയും വൈകുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇവരുടെ ക്വാളിറ്റിയിലൊന്നും ഞാൻ ഒരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ, എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ക്വാളിറ്റീനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ എന്താ പറയുക, ഞാൻ ജസ്റ്റ് വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പം ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇത് വാങ്ങിയിട്ടുള്ള ആൾക്കാരൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ക്വാളിറ്റിയെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. 50% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അതൊക്കെ ഓക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ 60 ദിവസം അല്ലെങ്കിൽ 6 മാസം എന്ന് പറയുന്ന സമയം ഇവർ എടുക്കുന്നത്. അത് പുള്ളിക്കാരി ഓപ്പണായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ശരി, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇവർ പറയുന്നുണ്ട് ഇവരുടെ സൈറ്റിൽ തന്നെ നോർമലി 4000 അല്ലെങ്കിൽ 5000 രൂപ വരെ വിലയുള്ള സംഭവങ്ങളാണ് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ 1500 രൂപയ്ക്ക് ഇവർ വിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് തന്നെ എക്സ്ട്രീം കസ്റ്റമറോ അങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ട്. അപ്പം അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപ വരുന്ന സാധനത്തിന് 4000, 5000, 6000 രൂപ വരും. ഓക്കെ, പക്ഷേ അതിൻ്റെ 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ആ സംഭവം ഡെലിവർ ആവും. ഇനി വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വേറെന്തോ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 വർക്കിംഗ് ഡേ കൊണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പൈസ എന്ന് പറയുന്നത് 20,000 അല്ലെങ്കിൽ 10,000 രൂപ, 20,000 രൂപ അങ്ങനെ നീളും.
2 ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾ ഈ എമൗണ്ട് ചൂസ് ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ തരുള്ളൂ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട അത് അവരുടെ സ്ട്രാറ്റജിയാണ്, അത് നമ്മൾ അവരെ ഒന്നും പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റേ പ്രീമിയം ലെവലിലുള്ള കസ്റ്റമേഴ്സിനെയാണ്, നോർമലി നമ്മളെപ്പോലെയുള്ള കസ്റ്റമേഴ്സിനെ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾക്ക് നമ്മളിപ്പോൾ 1 രൂപയാണെങ്കിൽ പോലും നമ്മളത് പണിയെടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിനൊരു വാല്യൂ തരുന്ന ആൾക്കാർ, അപ്പം അവർ പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മുങ്കോ ഡ്രസ്. ഓക്കെ, ഈ മുങ്കോ ഡ്രസ് എന്നുള്ളത് പുള്ളിക്കാർ തന്നെ പറയാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഞങ്ങൾ പറയുന്നുണ്ട് ഇത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുള്ളിക്കാരി നേരത്തെ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു തുണി വന്നു, അപ്പം ഇത് ഇത്ര കാര്യങ്ങളോടെ, അപ്പോൾ ഈ 10,000 20,000 രൂപ കൊടുക്കുന്നവരുടെ പ്രൊഡക്റ്റും അങ്ങനെയല്ലേ, സൂററ്റിൽ നിന്നല്ലേ വരുന്നത്, ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടല്ലേ, അപ്പോൾ അതും ടൈം എടുക്കില്ലേ? അതാണ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെപ്പോലുള്ള നോർമലി ഉള്ള ആൾക്കാരെ അവർ ഫോക്കസ് ചെയ്യുന്നില്ല, ഒള്ളി പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം അവരെ സർവീസ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവരെ റിപ്ലൈ ചെയ്തിട്ടില്ല, അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ എത്രത്തോളം പറഞ്ഞിട്ടും ഒരു ഉപകാരവും ഇല്ല. അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പ്രീമിയം കസ്റ്റമേഴ്സിനെയാണ്. സോ ശരിയായിരിക്കാം, ഈ 4,000-5,000 രൂപയുടെ സാധനം നമുക്കൊരു 1,000 രൂപ 2,000 രൂപയ്ക്ക് എന്നാൽ ഇവർക്കൊരു ലാഭവും ഇല്ല. സോ ഈ 4,000-5,000 രൂപയുടെ സാധനം 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്കത് വേർത്താണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മളൊക്കെ എത്ര വാങ്ങിച്ചിട്ടും ഇപ്പോൾ വർഷങ്ങളായി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. സോ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അത് പുള്ളിക്കാർ തന്നെ നമ്മളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ എന്താണ്, ഞാനൊക്കെ ഇപ്പം ഒരു ഓർഡർ ചെയ്ത് കുറേ നാളായി. അപ്പോൾ നമ്മളിപ്പം പെണ്ണുങ്ങളാണ്, ഞാനൊക്കെ ഒരു നേരം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ തടി കുറയുന്ന ആളും, അതുപോലെ തന്നെ ഒരു 2 മാസം കൂടുമ്പോൾ എനിക്ക് ഈ തടി എല്ലായിരിക്കും ആ സമയത്ത്. അപ്പോൾ പിന്നെ അതുമല്ല, നമ്മൾക്ക് ഇപ്പം ഇഷ്ടപ്പെടുന്ന സാധനം ഇപ്പം തന്നെ കിട്ടിയിട്ടല്ലേ അല്ലേ. ഞാനൊക്കെ എങ്ങനെയാണ്, സാധനം ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഞാനെപ്പോഴും ഒരു ബ്രാൻഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാനെപ്പോഴും മീഷോയാണ് കൂടുതലും. ഞാൻ വന്ന ഡ്രസ്സാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ്. ഞാൻ സാറ്റിസ്ഫൈഡും ആണ് ആസ് എ കസ്റ്റമർ. എനിക്കൊരു പ്രാവശ്യം എങ്ങാണ്ട് ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് കിട്ടിയില്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഈവൻ ഒരു കല്യാണത്തിന് പോലും ഞാൻ എൻ്റെ ഒരു ബ്ലൗസ് ഞാൻ മീഷോ നിന്നാണ് വാങ്ങിച്ചത്, ആൻഡ് തലേന്നിട്ടൊരു ഡ്രസ്സ് അത് ഞാൻ മീഷോ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്. സോ നമ്മൾക്ക് കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർക്ക് നമുക്ക് റിപ്ലൈ തന്നൂടെ, അത് മാത്രമാണ് ഞാൻ ചോദിക്കണേ. നമ്മളൊന്നും അല്ലെങ്കിൽ പൈസയൊക്കെ നേരത്തെ അടച്ച്, അല്ലെങ്കിൽ കൈ കിട്ടുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നമ്മൾ നേരത്തെ പൈസയൊക്കെ അടച്ച് നമ്മൾ ബുക്ക് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആസ് എ കസ്റ്റമർ, നമ്മളും ഒരു കസ്റ്റമർ ആണല്ലോ, ശരിയാണ്, നമ്മൾ കുറച്ച് പൈസയാണ് കൊടുക്കുന്നത്, പക്ഷേ ഈവൻ നമ്മളും ഒരു കസ്റ്റമർ അല്ലേ. സോ നമ്മളെയും ഒന്ന് പരിഗണിച്ചൂടെ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സോ ദാറ്റ്സ് ഫൈൻ. അവർ അങ്ങനെയുള്ളവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇനിയും നമ്മൾ വെറുതെ ഇങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ വെറുതെ മണ്ടരാകാൻ നിൽക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.